ഇവിടെ ഒരു സ്വാർത്ഥനായ രാജാവ് ജനങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ പണമെല്ലാം പിരിച്ച് ഭംഗിയുള്ള വസ്തുക്കൾ കൊണ്ട് കൊട്ടാരം അലങ്കരിക്കുന്നു. അവന് മറ്റൊന്നും അറിയണ്ട, തന്റെ കാര്യം മാത്രം നോക്കി തോന്നിയതുപോലെ ജീവിക്കുന്നു. ഒരു ദിവസം കൊട്ടാരത്തിൽ ഭംഗിയുള്ളവരെ മാത്രം വെച്ച് അവനൊരു പാർട്ടി നടത്തുന്നു. പാർട്ടിക്കിടയിൽ പുറത്ത് കാറ്റും മഴയും കാരണം ഒരു പ്രായമായ സ്ത്രീ അങ്ങോട്ടേക്ക് എത്തി അഭയം ചോദിക്കുന്നു. എന്നിട്ട് രാജകുമാരനെ നോക്കി ഒരു റോസാപ്പൂ നീട്ടും. എന്നാൽ അഹങ്കാരിയായ രാജകുമാരൻ ആ റോസാപ്പൂ എടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നു. എന്നാൽ ആ ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവരെ കാണിച്ചു കൊടുക്കുന്നു. അതൊരു സുന്ദരിയായ മന്ത്രവാദിനിയായിരുന്നു. ഉടനെ അവൻ താൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മന്ത്രവാദിനിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ആ മന്ത്രവാദിനിയാണെങ്കിൽ ഇവന്റെ മനസ്സിൽ യഥാർത്ഥ സ്നേഹമില്ലെന്ന് മനസ്സിലാക്കി ഇവനൊരു പാഠം പഠിപ്പിക്കാനായി അവൻ ക്രൂരനായ ഒരു മൃഗത്തിന്റെ രൂപത്തിലാകാൻ ശപിക്കുന്നു. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പല രൂപത്തിലും മാറി ഇങ്ങനെ ഒരു കൊട്ടാരമുള്ള കാര്യം പോലും പുറത്തുള്ളവരുടെ ഓർമ്മയിൽ നിന്നും എടുത്തു കളയുന്നു. സത്യത്തിൽ ആ മന്ത്രവാദിനി ആ രാജകുമാരന് കൊടുത്ത റോസാപ്പൂ ഒരു മാന്ത്രിക റോസാപ്പൂ ആയിരുന്നു. ഈ ഒരു ശാപത്തിൽ നിന്നും അവൻ പഴയതുപോലെ ആകണമെങ്കിൽ അവൻ ഒരാളെ യഥാർത്ഥമായി ഇഷ്ടപ്പെടണം. അതുപോലെ അവരും തിരിച്ച് ഇവനെ ഇഷ്ടപ്പെടണം. അതും ആ ഒരു മന്ത്രവാദിനി അവന് കൊടുത്ത ആ ഒരു റോസാപ്പൂവിന്റെ അവസാന ഇതളും കൊഴിഞ്ഞു വീഴുന്നതിന് മുൻപ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാട്ടിലകപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ ഒരു രാജകുമാരൻ ചെന്നായകളിൽ നിന്നും രക്ഷിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ആദ്യമൊക്കെ അവൾക്ക് രാജകുമാരനെ കണ്ടാൽ ഭയമായിരുന്നെങ്കിലും മെല്ലെ മെല്ലെ അവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർ പരസ്പരം അടുക്കുന്നു. ആ ഒരു രാജകുമാരനാണെങ്കിൽ അവളെ മാക്സിമം ഹാപ്പി ആക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കൊട്ടാരത്തിൽ ഒരു ഭീകരജീവി ഉണ്ടെന്ന് അറിഞ്ഞ് കുറച്ച് നാട്ടുകാർ അങ്ങോട്ടേക്ക് എത്തി കൊട്ടാരം ആക്രമിക്കുന്നു. അതിനിടയിൽ ഒരുത്തന് ആ രാജകുമാരനെ വെടിവെക്കുന്നു. അതോടെ ആ റോസാപ്പൂവിലെ അവസാന ഇതളും കൊഴിഞ്ഞു വീഴുന്നു. അങ്ങനെ ആ കൊട്ടാരത്തിലെ എല്ലാ വസ്തുക്കളും നിശ്ചലമാകും. എന്നാൽ ആ മൃഗത്തോട് അത്രയും ഇഷ്ടം തോന്നിയ ആ പെൺകുട്ടി അവനൊരു കിസ് കൊടുക്കുന്നു. പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവനെ ശപിച്ച ആ ഒരു മന്ത്രവാദിനി അങ്ങോട്ടേക്ക് എത്തി ആ റോസാപ്പൂവിലെ കൊഴിഞ്ഞു വീണ ഇതളുകളെല്ലാം പഴയതുപോലെ ആക്കുന്നു. അവനിപ്പോൾ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയ ആ മന്ത്രവാദിനി അവനെ പഴയതുപോലെ ആക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ കൊട്ടാരവും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും പഴയ രീതിയിലായി അവരങ്ങനെ ഒന്നിക്കുന്നു.